മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെയും കരുതലിനെയും നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. ദൈവം മനോഹരമായ ഒരു പ്രഭാതം കൂടി നൽകി നമ്മെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ മൊബൈലിന് അടിമപ്പെട്ട കുട്ടികളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം വിദ്യാർത്ഥികൾ മൊബൈലിന് അടിമപ്പെട്ട് അതിൽ നിന്നും സ്വതന്ത്രരാകാൻ സാധിക്കാതെ കഴിയുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരുടെ മാതാപിതാക്കൾക്ക് ധാരാളം വേദനയും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ ഉണ്ട്. ആ മക്കളെ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് അവരെ ഈ അടിമത്വത്തിൽ നിന്നും അവരെ മാറ്റി അവരുടെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് അർത്ഥവും മൂല്യവുമൊക്കെ നൽകുന്നത്. വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനും നമ്മിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആയിട്ട് നമുക്ക് വചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മാവ് വരുമ്പോഴാണ് വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവർ പോയിക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹേറോദേസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹേറോദേസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദ്യസ് രക്ഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. അങ്ങനെ ജെറമ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു.
പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജോസഫിനും കുടുംബത്തിനും ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ വിവരണമാണ് ഇന്ന് ഈ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഈ സുവിശേഷ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജോസഫിൻ്റെ അനുസരണമാണ്. ജോസഫ് വളരെ നിശബ്ദമായിട്ട് ദൈവത്തെ അനുസരിക്കുകയാണ്. ഇതാ ശിശുവിനെയും കുഞ്ഞിനെയും ആയിട്ട് ഈജിപ്തിലേക്ക് പോകാനുള്ള ദൈവദൂതൻ്റെ കൽപ്പന കേട്ടുകഴിഞ്ഞപ്പോൾ ജോസഫ് യാതൊരു തടസ്സവും പറയുന്നില്ല. ജോസഫിന് വേണമെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കാമായിരുന്നു. ഇതിൻ്റെ ആവശ്യം ഇപ്പോഴെന്താണ്, അല്ലെങ്കിൽ നേരം വെളുത്തിട്ട് പോയാൽ പോരെ, ഇപ്പോൾ തന്നെ പോകണമോ, ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാഹചര്യം ജോസഫിനുണ്ടായിരുന്നു. പക്ഷേ ജോസഫ് ഒന്നും ചോദിക്കാതെ ദൂതൻ്റെ അറിയിപ്പനുസരിച്ച് അപ്പോൾ തന്നെ യാത്ര പുറപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ജോസഫിൻ്റെ ഈ പുറപ്പെടൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ സംരക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഒരു വേർപിരിയൽ ആവശ്യമാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിൽ നിന്നും, നമ്മുടെ സന്തോഷങ്ങളിൽ നിന്നും, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അധികാരത്തിൻ്റെ നൈമിഷികതയാണ്. ഇതാ ഹെറോദേസ് രാജാവ് ഒരു ശിശുവിൻ്റെ മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥ. ഇതാ ഒരു രക്ഷകൻ, ഒരു ശിശു ജനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനാവുകയാണ്. അദ്ദേഹം അതിൻ്റെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള ഹെറോദോസുമാർ തങ്ങളുടെ പദവിയും അധികാരവുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മേൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഇന്നത്തെ ലോകത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മെ പ്രത്യേകമായ വിധത്തിൽ ഒരു കാര്യം അനുസ്മരിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത് പരിശുദ്ധമായ ഒരു ലോകത്തിലേക്കുമൊന്നുമല്ല. അക്രമങ്ങളും അതുപോലെ തന്നെ അനീതിയും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് കർത്താവ് ജനിച്ചു വീണത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന റാഹേലിൻ്റെ കരച്ചിലാണ്. ജെറമ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് മത്തായി സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റാമായിൽ നിന്ന് ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും, റാഹേൽ സന്താനങ്ങളെക്കുറിച്ചോർത്ത് കരയുന്നു എന്ന്. റാഹേലിൻ്റെ ഈ കരച്ചിൽ എന്ന് പറയുന്നത് അത് തീവ്രമായിട്ടുള്ള ഒരു കരച്ചിലാണ്. അത് വെറുതെയുള്ള ഒരു കരച്ചിലൊന്നുമല്ല. റാഹേൽ ഇസ്രായേലിൻ്റെ ഒരു തറവാട്ടമ്മയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അവളുടെ കരച്ചിലിന് വലിയ വിലയും മൂല്യവുമൊക്കെ ഉണ്ട്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമജനതയും പുതിയ നിയമജനതയുമൊക്കെ തീവ്രമായ സഹനത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവർ, ഈ സുവിശേഷ ഭാഗത്തെ നമ്മൾ പ്രായോഗികമായിട്ട് ഒന്ന് പരിചിന്തനം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്നാമതായിട്ട് ഇതാ നിസ്സഹായരെ ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ബലഹീനരെ സംരക്ഷിക്കുന്നവനാണ് ദൈവം. ഹോളി ഫാമിലിയെ, മാതാവിനെയും യോസേപ്പിനെയും സംരക്ഷിക്കാനായിട്ട് ദൈവം ഇതാ ജോസഫിനെ ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ പാപങ്ങളെ, ആരും പോലും ഇല്ലാത്തവരെ, അടിച്ചമർത്തപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ദൈവം മുന്നോട്ട് കടന്നു വരുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ ഇതിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് ഇവിടെ കാണുന്നത് ദൈവം പ്രവാസിയാണ് എന്നുള്ളതാണ്. ഇതാ ഈജിപ്തിലേക്ക് പ്രവാസിയായിട്ട് ദൈവം കടന്നു പോവുകയാണ്. ഇന്നും പ്രവാസികളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. സ്വന്തം നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച്
മറ്റു രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ അഡ്രസ്സ് ഇല്ലാതെ കഴിയേണ്ടതായിട്ട് വരുന്ന ധാരാളം ആളുകളെ ഈ ലോകത്തിൽ ഇന്നും കാണാൻ സാധിക്കും. അവർക്കൊക്കെ ആശ്വാസകരമായ ഒരു ബൈബിൾ ഭാഗമാണിത്. തങ്ങളുടെ ദൈവം പ്രവാസിയായിരുന്നു, അതുപോലെ തങ്ങളും പ്രവാസത്തിലേക്ക് കടന്നു വരുന്നു എന്നൊരു ചിന്ത അവർക്കും ഒരു ആശ്വാസകരമാണ്. ജോസഫിൻ്റെ പൂർവ്വപിതാക്കന്മാർ പ്രവാസികളായിരുന്നു. അതുപോലെയുള്ള ഒരു പ്രവാസത്തിലേക്ക് ജോസഫും കടന്നു വരുമ്പോൾ അതിൽ അതിശോക്തിയില്ല, അതിൽ അത്ഭുതപ്പെടേണ്ടതായിട്ട് ഇല്ല. മൂന്നാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് അത് വിലാപവും പ്രതീക്ഷയുമാണ്. ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് ഒരു കരച്ചിലാണ് അവസാനിക്കുന്നത്. എന്നാൽ ആ കരച്ചിൽ ഒരു അവസാനമല്ല, അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. ഹെറോദേസ് വലിയ രാജാവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം മരിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തിൽ അധികാരവും ശക്തിയുമൊക്കെ ഉള്ളവർ കാലാകാലത്തോളം അത് അനുഭവിച്ച് സുഖിച്ച് ജീവിക്കണം എന്നൊന്നുമില്ല. അതൊക്കെ കടന്നു പോകുന്ന, മൺമറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ റാഹേലിൻ്റെ കരച്ചിൽ എന്ന് പറയുന്നത്, അവൾ അതിതീവ്രതയോടുകൂടി കരയുന്നുണ്ട്. ഇന്നും ഇതുപോലെ കരയുന്ന ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വന്തം വീട് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, സ്വപ്നങ്ങൾ തകർന്നതിൻ്റെ പേരിൽ, അന്ധകാരത്തിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ പേരിലൊക്കെ കരയുന്ന ധാരാളം ആളുകൾ ഇന്നും ഈ ലോകത്തിൽ ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ഈ അന്ധകാരത്തിലും ദുഃഖത്തിലുമൊക്കെ കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടെ വെളിച്ചം വിതറും, കൈപിടിച്ച് നമ്മെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പും ബോധ്യവും നമുക്കിവിടെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈജിപ്തിലേക്കുള്ള തിരുക്കുടുംബത്തിൻ്റെ പലായനം എന്ന് പറയുന്നത് ഒരു പിന്തിരയിലല്ല, അത് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ്, പ്രകാശത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി. പ്രിയ സഹോദരി സഹോദരന്മാർ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ പുതിയ ഒരു പ്രഭാതത്തിലേക്കും ചൈതന്യത്തിലേക്കും കടന്നു വരുന്നതിന് വേണ്ടി ദൈവം നമുക്ക് ഒരുക്കുന്നതാണ് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് പുലർത്തിക്കൊണ്ടു പോകുന്നതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എല്ലാ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ യൗസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിൽ കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മോടൊപ്പം എന്തും ഉണ്ടായിരുന്നു കൊണ്ട് നേരായ വഴിയിലൂടെ നമ്മെ നയിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈ വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഗുഡ്നസ് ടിവിക്കും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ഈ ചാനലിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അവസാനം വരെ എത്തുന്നതിന് വേണ്ടി നിങ്ങൾ തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിക്കണം. സാധിക്കുന്ന എല്ലാവരും ഒരു കൊന്തയെങ്കിലും ചൊല്ലി മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് ഈ ചാനലിന് വേണ്ടിയും ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്.
തിരുനാളിനോർമദിനം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. പെസഹ തിരുനാളിനോർമദിനം, പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം. പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. തിരുവോസ്തിരൂപൻ നാവിലലിയും നേരമിതിൽ ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യനായി മാറിടുമീ നിമിഷം. ഞാൻ സ്വർഗീയ സന്തോഷധാരയിൽ ധന്യനായി മാറിടുമീ നിമിഷം. എന്നിൽ ചൊരിയണമേ, ജീവൻ നൽകുന്ന സ്നേഹം പകരേണമേ. നിന്റെ മാറിൽ നിന്നു മുഴുകുന്ന സ്നേഹം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. പെസഹ തിരുനാളിനോർമദിനം, ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി. വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും, നിൻ മാംസരക്തങ്ങളായി തീരും. ഓസ്തിയും വീഞ്ഞും കാസയിലായി പീലാസയിലായി. വൈദികനുയർത്തുമ്പോൾ കുർബാനയിൽ നിൻ മാംസരക്തങ്ങളായി തീരും. ഈശോ എന്നിൽ വന്നു നീ വാഴേണമേ, എന്റെ ജീവിതം നിനക്കായി നൽകാം. അൾത്താരയിൽ നിന്നിറങ്ങി വന്നിന്നെൻ്റെ ഉള്ളിൽ, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. പെസഹ തിരുനാളിനോർമദിനം, പരമോന്നതങ്ങളിൽ നിന്നും ഇറങ്ങിയ പരിശുദ്ധ പരമകാരുണ്യദിനം, ദിവ്യകാരുണ്യത്തിൻ ദിവ്യദിനം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ് നമുക്ക് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ, എൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ടും നന്ദി പറയുകയാണ്. ഒരു നല്ല ദിവസവും നല്ല പ്രഭാതവും നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുകയാണ്. അനുഗ്രഹപ്രദമായ ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.